ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു പാസ്ത റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതിനായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡറം വീറ്റ് സ്പൈറൽ പാസ്തയാണ്. മാർക്കറ്റിൽ പല ടൈപ്പ് പാസ്തകൾ അവൈലബിൾ ആണ്. ഏത് വേണേലും ഉപയോഗിക്കാം. നമുക്കിതൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് വേണം പാസ്ത വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അവ തമ്മിൽ ഒട്ടിപ്പിടിക്കും. നമ്മുടെ പാസ്ത നന്നായി വെന്തിട്ടുണ്ട്. 2 പീസായിട്ട് മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് വെജിറ്റബിൾസാണ്. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന സവോളയും ക്യാബേജും 2 അല്ലി വെളുത്തുള്ളിയാണ്. സവോള നമുക്കൊന്ന് വഴറ്റി എടുക്കാം ചെറുതായിട്ട്. കുറച്ച് വെളുത്തുള്ളിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്യാബേജ് ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയമെടുക്കും. വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വൈറ്റ് സോസ് തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വൈറ്റ് സോസ് എന്ന് പറയുമ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള കട്ടയില്ലാത്ത രൂപത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അതൊന്ന് മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ചായിട്ട് മൈദയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാല് ഫുള്ളായിട്ട് ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം, കട്ടയില്ലാതെ. നമുക്ക് അങ്ങനെ ഇളക്കി കൊടുക്കാം. കട്ടയില്ലാത്ത രീതിയിൽ വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, പാസ്ത ഇൻ വൈറ്റ് സോസ്. നല്ലപോലെ കട്ടയില്ലാത്ത രീതിയിൽ നല്ല ക്രീമി ആയിട്ട് സോസ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഈ റെസിപ്പിയുടെ വിജയം എന്ന് പറയുന്നത്. നമുക്കങ്ങനെ റെഡിയാക്കി എടുക്കാം. നമുക്ക് സോസ് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. വലിയ എരിവൊന്നുമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാസ്ത ഇൻ വൈറ്റ് സോസ് ഇവിടെ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കുട്ടികൾക്ക് തന്നെയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാസ്ത റെസിപ്പിയാണ്. പല റെസിപ്പികളും നമുക്കിന്ന് ചെയ്ത് നോക്കാവുന്നതാണ് പാസ്ത വെച്ചിട്ട്. ഇത് ഞാൻ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് മാത്രം വെച്ച് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആൽഫ്രെഡോ പാസ്ത അല്ലെങ്കിൽ പാസ്ത ഇൻ വൈറ്റ് സോസ് ഈസ് റെഡി.